ഹീജ് ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പായ്ക്കുന്ന സമയത്തായിരുന്നു അവളുടെ റൂമിൽ നിന്നും പഴയ ഒരു ഫോട്ടോ ഒക്കെ സയോണിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോയിൽ വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു ഹീജു അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഫോട്ടോ എടുത്ത അതേ സ്ഥലത്ത് തന്നെ കണ്ടുമുട്ടാമെന്ന ഒരു തീരുമാനത്തിലേക്ക് സയോൺ എത്തിയതും. സയോണെ കാണുന്ന ഹീജു, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നോ? എന്നിട്ടും എന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കാതിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുന്നു. നിന്നെ എങ്ങനെയാണ് ഞാൻ വെറുക്കുക? നിന്നെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കാതിരിക്കുക? ഹീജു എന്നൊക്കെ അവനും തിരിച്ചു ചോദിക്കുകയാണ്. പിന്നീട് അവർ കിസ്സും ചെയ്യുന്നു. ആ ഒരു സീൻ അവിടം കൊണ്ട് കട്ടായതിനു ശേഷം ഇപ്പോൾ ഹീജു വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഹീജുവിനുള്ള ഫുഡും സൗണ്ട് തന്നെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നു. ഇനി മുതൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു ജയിലായിട്ട് ആയിരിക്കുകയില്ല, മറിച്ച് ഒരു വീടായിട്ടൊക്കെ നിനക്കും തോന്നിക്കോളുമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നിന്റെ ഉള്ളിലും കുറ്റബോധമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ജയിൽ പോലെയാണെന്നൊക്കെ നിനക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു വീട് ജയിൽ പോലെയാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഇതേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ തമ്മിൽ ഒരു രീതിക്കുള്ള സംസാരമോ ഐ കോണ്ടാക്റ്റോ, എന്തിനേറെ പറയുന്നു ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയോ ഒന്നിച്ച് കിടന്നുറങ്ങുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഹീജവും പറയുകയാണ്. 2 റൂമിലൊക്കെ കിടന്നുറങ്ങുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീയും അതൊക്കെ പറയുകയായിരുന്നെങ്കിൽ പണ്ടേ അതൊക്കെ മാറ്റിയേനേലോ എന്ന് സയോണും പറയുന്നുണ്ട്. അവനും ആ ഒരു വീടൊക്കെ എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. എല്ലാ ദിവസവും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോഴത്തേക്കും നിന്റെ റൂമിലെ ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കും സന്തോഷമൊക്കെ തോന്നുമായിരുന്നു. നീയും വീട്ടിലുണ്ടല്ലോ എന്ന ഒരു സന്തോഷമൊക്കെ എനിക്ക് തോന്നും. കൂടാതെ ഈ ഒരു ലോകം വളരെയധികം ശബ്ദമേറിയതാണ്. അങ്ങനെയിരിക്കെ നിന്നെ കണ്ട് കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അതെല്ലാം തന്നെ നിശബ്ദമായി മാറുന്നതും. എനിക്കും വളരെയധികം സമാധാനമൊക്കെ അതുവഴി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അവനും പറയുന്നു. എന്റെ അടുത്ത് നിനക്ക് ഫീലിങ്സ് ഒന്നും തോന്നുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ? ഞാനെങ്ങാനും എന്റെ ഹൃദയം പോലും നിനക്ക് തന്നു പോകുമോ എന്ന പേടിക്കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഒന്നിച്ചാലും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ എനിക്കും തോന്നുകയാണ്. സാവൺ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കൽ എന്റെ പ്ലാനിൽ നീ ഇല്ല എന്നൊക്കെ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ പ്ലാൻ എന്താണെന്നൊക്കെ ഹീജവും ചോദിക്കുന്നു. പക്ഷേ സമയമാകുമ്പോൾ എന്താണെന്നൊക്കെ താൻ വെളിപ്പെടുത്താമെന്ന് മാത്രമാണ് സവൺ പറയുന്നതും. ഹീജവും എനിക്കൊരു കാര്യമൊക്കെ നിന്റെ അടുത്ത് പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ കിഡ്നാപ്പർ അവൾക്ക് അയച്ച മെസ്സേജസ് എല്ലാം തന്നെ ഇപ്പോൾ സയോണയും കാണിച്ചു കൊടുക്കുന്നു. നീ പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. അവനെ എത്രയും വേഗം നമുക്ക് പിടിക്കാം. പിന്നെ നീ നൽകിയ ഫോണൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫോൺ ഞാൻ ഒരിക്കലും പോലീസിനെ ഏൽപ്പിക്കുന്നതായിരിക്കുകയില്ല. മറിച്ച് ഞാൻ തന്നെ ഇതിന്റെ അകത്ത് നിന്നും അയാളെ കണ്ടെത്തുന്നതായിരിക്കുമെന്നൊക്കെ സവണും ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന ആള് നമ്മളുമായിട്ട് വളരെ അടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീ തൽക്കാലത്തേക്ക് എന്റെ അടുത്ത് മാത്രം മിണ്ടിയാൽ മതി. വേറെ ആരുടെയും അടുത്ത് നിനക്ക് മിണ്ടുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് അവനും അവളോട് പറയുന്നു. പിന്നെ ഹീജും ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇനി ആ കോൾസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും തനിക്ക് വിഷമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഹീജുവും അവനെ പിറകിൽ നിന്നും ഹഗ് ചെയ്യുന്നു. ഞാൻ ആരാണെന്നൊക്കെ തന്നെ തുറന്നു പറഞ്ഞതിന് ശേഷവും നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുവാനും എന്റെ അടുത്ത് ക്ഷമിക്കുവാനും തയ്യാറായി. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നായിരുന്നു അവളും പറയുന്നത്. സയോണും തിരിച്ച് അവളെ ഹഗ് ചെയ്തതിന് ശേഷം ഞാൻ ആരാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീയും എന്റെ അടുത്ത് ക്ഷമിക്കുമോ എന്നൊരു ചോദ്യമൊക്കെ അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. നിനക്ക് ഫോണൊക്കെ തിരികെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് കിഡ്നാപ്പർക്ക് ഇപ്പോൾ ബോസ് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. പക്ഷേ അന്ന് അവനും ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സയോണും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും തൊട്ടു പിറകെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയും അവന് ശ്രദ്ധിക്കുന്നു. വണ്ടിയിൽ റീത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനൊക്കെ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അവനും ആ റീത്തൊക്കെ കൊണ്ടുവന്ന ആളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിക്ക് അതൊക്കെ എടുത്തുകൊണ്ട് സൗണ്ട് കയറി അതേ ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്നുണ്ട്. റീത്തൊക്കെ കൊണ്ടുവന്ന വ്യക്തിയും സയോണിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും മോശം ആൾക്കാര് ഇതുപോലെയൊക്കെ ആയിരിക്കും പെരുമാറുക എന്നും നീ സ്വന്തമായിട്ട് സേഫ് ആയിട്ടൊക്കെ നിൽക്കണമെന്നും ഒക്കെ സയോണിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കിഡ്നാപ്പർ ആകട്ടെ സയോണിന്റെ അടുത്ത് ഒന്നും തന്നെ മിണ്ടാതൊക്കെയായിരുന്നു നിന്നതും. എനിക്ക് തിരിച്ചു വേണ്ടത് ആ ഒരു പൊട്ട ഫോണൊന്നുമല്ല, മറിച്ച് അവന്റേതായിട്ടുള്ള എല്ലാമാണ്. അവന്റെ മണം പോലും ഞാൻ സ്വന്തമാക്കുന്നതായിരിക്കുമെന്നൊക്കെ കിഡ്നാപ്പറും ബോസിന് റിപ്ലൈ കൊടുക്കുന്നു. കിഡ്നാപ്പറുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ന്യൂസ് സയോന്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് കാണുകയാണ്. ഒരു ചാനലും ഇവരുടെ അടുത്ത് ഇന്റർവ്യൂവിന് വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്റർവ്യൂവിന് വേണ്ടി അവർ തയ്യാറാണോ എന്നൊക്കെ അസിസ്റ്റന്റ് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയും തയ്യാറാണ്, നടത്തിക്കോ എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. ഹീജും രാവിലെ ഒരു സ്വപ്നം കാണുകയാണ്.
ഹീജു സയോണിന്റെ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ സയോൺ ഇല്ല എന്നും അതുപോലെ തന്നെ സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കും കോളൊന്നും കിട്ടുന്നില്ല എന്നും അങ്ങനെ അവൾ ആകെ വിഷമിക്കുന്നതുമായിട്ടായിരുന്നു അവൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് എണീക്കുന്ന അവളും നേരെ സയോണിന്റെ റൂമിലൊക്കെ ചെല്ലുന്നു. പക്ഷെ അവിടെ സയോൺ ഉറങ്ങുകയായിരുന്നു. അവളും സയോണെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും സയോണും കണ്ണു തുറക്കുന്നു. സയോണെ കണ്ട ഉടനെ തന്നെ അവൾ അവിടെ നിന്നും പോകുവാനായിട്ടൊക്കെ ആയിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സയോണും അവളെ പിടിച്ച് കട്ടിലിലേക്കൊക്കെ കിടത്തുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവന് ജോലിക്ക് കയറിയിട്ട് ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ ഒരു ഹോളിഡേയോ പോലും ഓഫീസിൽ പോകാതെ ഒന്നും ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം അവൻ ലീവ് എടുത്തിരിക്കുകയാണ്. ഇന്ന് നീ എന്ത് ചെയ്യുവാനായിട്ടാണ് പോകുന്നതെന്ന് സയോണിന്റെ അടുത്ത് അവൾ ചോദിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ സയോണും അവളുടെ അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്. അവളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ ഒന്നിച്ച് ചെയ്യുന്നതായിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇവർക്കൊരിക്കലും ചെയ്യുവാൻ സാധിക്കാത്തവയാണ്. ഏതൊരു കപ്പിളിനെയും പോലെ ഇവരും വളരെ സാധാരണമായിട്ടുള്ള ഒരു കപ്പിൾ ആകണമെന്നായിരുന്നു അവളും പല സമയത്ത് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവളും പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നതായിട്ടും ജോഗിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഒന്നിച്ച് ഡോഗിന്റെ ഒക്കെ ഒപ്പം നടക്കുവാനായിട്ട് കൈകോർത്ത് പോകുന്നതായിട്ടും എല്ലാം തന്നെ അവളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് ഒക്കെ കിട്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെല്ലാത്തിനും ഇടയ്ക്ക് ഞാനും ഇതുപോലത്തെ ഓരോരോ നിമിഷങ്ങളെ കുറിച്ചൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും പറയുന്നു. ഒരിക്കൽ നീയും പോലീസുകാരുടെ അടുത്ത് ഞാൻ നിന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു നിമിഷം മുതലായിരുന്നു ഞാനും ഇതുപോലെ ഓരോന്നൊക്കെ ആഗ്രഹിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജ് പറയുമ്പോഴത്തേക്കും ഞാൻ അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊരു മറുപടിക്ക് സയോണും നൽകുന്നു. സയോണും ഹീജും കൂടി അങ്ങനെ കിടക്കുന്ന സമയത്താണ് കാങ്ങും പെട്ടെന്ന് തന്നെ സയോണെ കോൾ ചെയ്തിട്ട് എത്രയും വേഗം ഓഫീസിലേക്ക് എത്തുവാനായിട്ടൊക്കെ സയോണിന്റെ അടുത്തും ആവശ്യപ്പെടുന്നത്. സയോണിന്റെ അച്ഛനും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് റിപ്പോർട്ടേഴ്സ് അച്ഛന്റെ ചുറ്റും കൂടുകയാണ്. സയോണും അച്ഛൻ പറഞ്ഞ കാര്യത്തിന് വിപരീതമായിട്ടൊക്കെ ആയിരുന്നല്ലോ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടേഴ്സ് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സയോൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണ്. പിന്നെ എന്റെ കരിയറിനെ അത് ബാധിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് സയോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ന്യായീകരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അതേ സ്ഥലത്ത് തന്നെ ഒരുപാട് റീത്തുകളൊക്കെ വന്ന് കൂടുകയാണ്. അതിലും ചെയർമാന്റെ ചെറുമകൻ, ചെയർമാന്റെ മകന്റെ മകൻ, സയോൺ എന്ന രീതിക്കൊക്കെ ആയിരുന്നു അതിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിക്ക് ഇതിൽ മരിച്ച ആൾക്കാരുടെ പേരൊക്കെയാണല്ലോ എഴുതേണ്ടത്. അതിന് പകരമായിട്ട് സയോന്റെ പേരും സയോന്റെ ടൈറ്റിലും ഒക്കെ തന്നെ ആയിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും കൂടാതെ സയോൺ എന്താണ് ചെയ്തതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അച്ഛനും ആകെ ഷോക്ഡ് ആകുന്നു. സയോണും എന്തോ വലിയ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച് ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും സയോണെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഓരോരോ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയോൺ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ ദിവസം ലീവ് എടുത്തതെന്നൊക്കെ ആയിരുന്നു കങ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അവനൊന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് ഈ ഒരു പരിപാടി എല്ലാം തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. സയോണും കിഡ്നാപ്പറുടെ ഫോണൊക്കെ പാർക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പാർക്കും റിവേഴ്സ് ഹാക്കിംഗ് വഴി കിഡ്നാപ്പറുള്ള സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് അതെല്ലാം തന്നെ സയോണെയും അറിയിക്കുന്നു. പാർക്കും കൂടി ആ ഒരു സ്ഥലത്തേക്ക് സയോണിന്റെ ഒപ്പം വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും സയോൺ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്നൊക്കെ പറഞ്ഞ് പാർക്കിനെ കൂട്ടാതെ പോകുന്നു. സാങ്വു ഓർഫനേജിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററുമായിട്ട് സംസാരിക്കുകയാണ്. ഇയോർ നിന്റെ ഗേൾഫ്രണ്ട് ആണോ എന്നൊക്കെ സിസ്റ്റർ ചോദിക്കുമ്പോഴത്തേക്കും അവൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ സാങ്വു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നിന്റെ ഫസ്റ്റ് ലവ് ആയിട്ടുള്ള ഹീജുനെ കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് സിസ്റ്ററും അവനോട് പറയുകയാണ്. പണ്ട് നിന്റെ ഒപ്പം അവൾ ഇവിടേക്ക് വരാറില്ലായിരുന്നോ? കുട്ടികളെ സൈൻ ലാംഗ്വേജ് അവൾ പഠിപ്പിച്ചു. ഇപ്പോൾ അവൾ എന്തെടുക്കൊക്കെ ആയിരിക്കുമെന്നൊക്കെ സിസ്റ്ററും ആലോചിക്കുന്നു. ഇപ്പോൾ ഹീജുനെ കാണുവാനായിട്ട് അമ്മ എത്തിയിരിക്കുകയാണ്. ഞാനും കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അറിഞ്ഞു. നിന്നെ സയോണയും കൂടി തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് മറ്റാരുമല്ല, ഇന്നെ തന്നെയാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് വന്നിരിക്കുകയാണ്. സയോന്റെ അച്ഛനും ലക്ഷ്യം ജയിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പണ്ടും സയോണെ ഇട്ടേച്ച് പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവൾക്കും തോന്നിയിട്ടുണ്ടാകും. അതാണ് അവളും ഇതുപോലെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുവാനായിട്ട് നോക്കുന്നതെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഹീജുനും കിഡ്നാപ്പറുടെ അടുത്തു നിന്നും മെസ്സേജസ് ഒക്കെ വരുന്നു. നിനക്ക് സയോണെ കുറിച്ച് ഒന്നും തന്നെ അറിയിക്കില്ല. അഥവാ അവനെ കുറിച്ച് അറിയുവാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുന്ന പറഞ്ഞിട്ട് ഒരു വീഡിയോയും അവൾക്ക് വരികയാണ്. ഇനി സയോന്റെ അച്ഛൻ നിന്ന ഇടത്തേക്ക് റീത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ചാങ്ങും അതൊക്കെ സയോൺ അയച്ചു കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ആ ഒരു കിഡ്നാപ്പർ അയച്ചതായിരിക്കുവാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അയാൾക്ക് നിന്റെ അടുത്ത് ഇത്രയ്ക്ക് ദേഷ്യമുള്ളതെന്നൊക്കെ ചാങ് ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്ന് അറിയുവാനായിട്ട് ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ സയോണോ റിപ്ലൈ കൊടുക്കുന്നു. ഹീജുവും കിഡ്നാപ്പർ അയച്ച വീഡിയോ ഒക്കെ കണ്ടു നോക്കുകയാണ്. അത് സാധാ ഒരു ടോക്ക് ഷോ മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സാങ്വുവിന്റെ മെസ്സേജ് ഒക്കെ ഹീജുവിനും വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ നമുക്ക് ഇന്നൊന്ന് മീറ്റ് ചെയ്താലോ എന്നൊക്കെ ഹീജുവും അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു.
സയോന്റെ അച്ഛൻ ഹീജോന്റെ അച്ഛനെ വന്ന് കണ്ടിട്ട് ഇപ്പോൾ തന്നെ പല പല ആർട്ടിക്കിൾസും അച്ഛനെതിരായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. സോ ഇതിനെല്ലാത്തിനും കാരണം ഹീജോന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹീജോന്റെ അച്ഛനാണല്ലോ സാധാരണഗതിയിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ മീഡിയ വഴിയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മാത്രല്ല ഹീജോനെ തനിക്ക് തന്നതുകൊണ്ടാണ് ഇതുപോലത്തെ അവസ്ഥയൊക്കെ തങ്ങൾക്ക് ഉണ്ടായതെന്ന രീതിക്കാണ് അച്ഛനും സംസാരിക്കുന്നത്. നിങ്ങളുടെ വീക്ക്നെസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ചെയർമാൻ അല്ലേ? പക്ഷെ ചെയർമാനും അത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വന്നിട്ടുള്ളത്. അതൊരിക്കലും എന്റെ കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞ് ഹിജുവിന്റെ അച്ഛൻ പോക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങളും നിങ്ങളുടെ മൂത്ത മകളെ ഞങ്ങൾക്ക് നൽകിയില്ലല്ലോ. അതിന്റെ കടമൊക്കെ വീട്ടുവാനായിട്ടുണ്ട്. അതും തീർക്കേണ്ട സമയമൊക്കെ ആയിരിക്കുന്നുവെന്ന് ഹീജുവിന്റെ അച്ഛന്റെ അടുത്ത് സയോന്റെ അച്ഛനും പറയുന്നു. സാങ്ങുവിനെ കണ്ടതിന് ശേഷം നീ കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള അനാഥ കുട്ടികളുടെ കേസൊക്കെയല്ലേ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്റെ അടുത്ത് പറയാമോ എന്നൊക്കെ ഹീജു അവനോട് ചോദിക്കുന്നു. പാർക്ക് കൊടുത്ത അഡ്രസ് ഒക്കെ വെച്ചിട്ട് നേരത്തെ ആ ഒരു ബംഗ്ലാവിലേക്കൊക്കെ സയോണും എത്തിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറൊക്കെ തുറക്കുവാനായിട്ട് അവൻ ശ്രമിക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്നും ഒരു ശബ്ദമൊക്കെ അവനും കേൾക്കുന്നു. അങ്ങനെ ശബ്ദം വന്ന ഇടത്തേക്കൊക്കെ അവൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു TV ഷോ ഒക്കെ ആയിരുന്നു. അതായത് നേരത്തെ കിഡ്നാപ്പർ ഹിജുവിനൊരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സെയിം വീഡിയോ ആണ് ഇതും. നീയാണ് കില്ലർ എന്നുള്ള കാര്യം എനിക്കറിയാം, സയോൺ എന്നൊക്കെ ആയിരുന്നു ആ വീഡിയോയ്ക്ക് ശേഷം എഴുതി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കാണുമ്പോഴത്തേക്കും അവന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ പിന്നീട് ഇതേ വീഡിയോ തന്നെ ഒന്നും കൂടി ആവർത്തിച്ച് വരുമ്പോഴത്തേക്കുമാണ് അവനും വീഡിയോയുടെ താഴെ എഴുതി കാണിച്ചിരുന്ന ചെറിയ എഴുത്തൊക്കെ ശ്രദ്ധിക്കുന്നത്. ആ എഴുത്തില് അനാഥ കുട്ടികൾ മിസ്സിംഗ് ആയതിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നതും. അപ്പോഴാണ് ഒരു കാറിന്റെ ശബ്ദമൊക്കെ സയോണും കേൾക്കുന്നത്. സാങ്വുവും ഹീജോയും കൂടി ചേർന്നിട്ടാണ് സെയിം ബംഗ്ലാവിലൊക്കെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഞാൻ ഈ ബംഗ്ലാവിലൊക്കെ വന്ന് നോക്കിയതാണ്. ഇവിടെ ആരും തന്നെ താമസിക്കുന്നില്ല. പിന്നെ മിസ്സിംഗ് കേസിനെ കുറിച്ചൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ എന്ന് സാങ്വു ഹീജുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഹീജുനും ഒന്നും അറിയിക്കുകയില്ല എന്നൊക്കെ അറിയിക്കുന്നു. അന്നത്തെ ദിവസം വളരെയധികം രാത്രിയായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാളെ രാവിലെ ഒന്നും കൂടി ഇവിടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാത്ത അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നും പോകുന്നു. പക്ഷേ വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സയോണും ഇവർ രണ്ടുപേരും വണ്ടിയിൽ ഇരിക്കുന്നതും അവർ തിരിച്ചു പോകുന്നതും കാണുകയാണ്. അവരങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഹിജുവിനെ സൗൺ കോൾ ചെയ്യുന്നു. ഹീജുവും ഫോൺ എടുക്കാതെ ആക്കുമ്പോഴത്തേക്കും നീ ആ കോളൊക്കെ എടുക്കുക എന്നൊക്കെ സംഘവും ഹീജുവിനോട് പറയുന്നു. പക്ഷെ എനിക്ക് കോൾ എടുത്ത് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്കൊക്കെ ഹീജു കാണിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കല്ലാതെ മറ്റാർക്കോ നിനക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുമെന്ന സത്യമൊക്കെ അറിയാം. അയാളല്ലേ നിന്നെ ഈ കോളൊക്കെ ചെയ്യുന്നതെന്ന് സംഘവും അവളോട് തിരിച്ചു ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഒരുപാട് ഹോൺ അടിക്കുന്ന ശബ്ദമൊക്കെ അവരും കേൾക്കുന്നത്. അതായത് ഇവരുടെ വണ്ടിയുടെ തൊട്ട് പിന്നാലെ സയോന്റെ വണ്ടി ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. സാങ്ങോണും വണ്ടി നിർത്തുവാനായിട്ടെന്നുള്ള രീതിക്കാണ് ഈ ഓണൊക്കെ അടിക്കുന്നത്. പക്ഷേ സാങ്കുവും വണ്ടി നിർത്താതെയൊക്കെ ആകുമ്പോഴത്തേക്കും സയോണും ഇവരുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിലായിട്ടൊക്കെ വന്ന് നിർത്തുന്നു. പിന്നീട് സയോണും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹീജുവിനോട് ഇറങ്ങി വരുവാനായിട്ടൊക്കെ പറഞ്ഞ് ഡോർ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സംഘവും അവന്റെ കൂടെ നീ പോകരുതെന്നൊക്കെ പറഞ്ഞ് അവളെ തടയുന്നുണ്ട്. പക്ഷെ അവളും തന്നെ ഡോറൊക്കെ തുറന്ന് സയോന്റെ ഒപ്പം പോവുകയാണ്. നീ ഇനി ഒരിക്കലും ഹീജുവിനെ കാണുവാൻ പോലും പാടില്ല എന്ന് സയോണ് സാങ്വുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ നീയും ഹീജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സാങ്വുവും അവന്റെ അടുത്തേക്ക് ചോദിക്കുന്നു. പക്ഷെ അതിനു മറുപടി പറയാതെ മറ്റൊരു ചോദ്യമൊക്കെ ആയിരുന്നു സയോണും അവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മിസ്സിംഗ് ആയിട്ടുള്ള അനാഥ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? നീയും ആ ഒരു കേസിന് പിന്നാലൊക്കെ നടക്കുവാൻ തുടങ്ങിയിട്ട് കുറെ ആയതല്ലേ? നിനക്കും ആരാണ് കുറ്റവാളി എന്ന് അറിയാമോ? അതൊക്കെ അറിഞ്ഞിട്ട് പ്രതികാരം ചെയ്യുവാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെന്നൊക്കെ ആയിരുന്നു സയോണും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ വെറുമൊരു തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്ക് അറിയിക്കുകയില്ല. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതൊക്കെ നീ നിർത്തണമെന്ന് കൂടി സോൺ പറയുമ്പോഴത്തേക്കും ഈ കേസുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ സാങ്വുവും ചോദിക്കുന്നു. ഈ ഒരു കേസല്ല, മറിച്ച് നീയാണ് എന്റെ പ്രശ്നം. നീ എപ്പോഴെന്റെ ലൈഫിലേക്ക് കടന്നു വന്നോ അപ്പോൾ മുതലാണ് എനിക്ക് ഭീഷണിയും കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സ്ഫോടനവും എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ യാദൃശികമായിട്ട് നടന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനും ഹീജുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. നീ എന്തുകൊണ്ടാണ് ആ ഒരു ബംഗ്ലാവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന് സവൺ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുവും കിഡ്നാപ്പർ അയച്ച വീഡിയോ ഒക്കെ അവനും കാണിച്ചു കൊടുക്കുന്നു. എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ടാണ് നീ അവിടെ പോയതെങ്കിൽ നീ എന്നോടല്ലേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടത്. എന്ത് പറ്റി നിനക്ക് എന്റെ അടുത്ത് പേടിയാണോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. 406 എന്നത് ഞാനാണെന്നൊക്കെ നീ കണ്ടെത്തുകയാണെങ്കിൽ നീയും എന്നോട് ക്ഷമിക്കുകയില്ല എന്നും ഒരിക്കലും നിനക്ക് എന്നെ കാണുവാനായിട്ട് ആഗ്രഹം ഉണ്ടാവുകയില്ല എന്നുമാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെ നീ എല്ലാം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ഉള്ളിലും എന്തെങ്കിലും രഹസ്യമൊക്കെ ഉണ്ട് എങ്കിൽ എനിക്ക് തോന്നിയ അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിനക്കും തോന്നിയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ കരുതിയത്.
ഇത്രയും കാലമായിട്ടും എന്നെ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ശരിക്കും സന്തോഷം എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു സന്തോഷമൊക്കെ ഇല്ലാതാകുമോ എന്ന പേടി കാരണമായിരുന്നു നിന്റെ അടുത്തും ഒന്നിനെക്കുറിച്ച് ഞാൻ ചോദിക്കാതിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജുവും പറയുന്നു. നീയും ഒരു കാര്യങ്ങളും എന്റെ അടുത്ത് നിന്നും മറച്ചു വെക്കരുത്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. എനിക്കും അതൊക്കെ ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കുമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ചെയർമാന്റെ ചെറുമകൻ, ചെയർമാന്റെ മകന്റെ മകൻ, അതുപോലെ തന്നെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള സയോൺ, ഈ എല്ലാ പദവികളും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ പോലും ഹീജയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ എന്ന പദവി മാത്രം എനിക്ക് വേണ്ടെന്ന് വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിനക്കറിയാവുന്ന ഈ ഒരു സയോൺ ലോകത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും നിന്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവളെ സമാധാനിപ്പിക്കുന്നു. ഇനിയും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. 3 വർഷം മുമ്പ് എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആ വിവാഹമൊക്കെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അച്ഛനും അതെല്ലാം തന്നെ സമ്മതിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് സയോന്റെ ശരിക്കുമുള്ള അച്ഛനല്ല ഇതെന്ന് തെളിയിക്കുന്ന DNA റിസൾട്ട് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് അച്ഛൻ തന്നെയല്ലേ? ശരിക്കും അച്ഛൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? എന്ത് കോൺട്രാക്ട് ആണ് അച്ഛനും ചെയർമാനും തമ്മിൽ ഉള്ളതെന്നൊക്കെ ഇനിയും അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന്റെ സമയത്ത് ഇനിയും ഓടിപ്പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീജോനെ വെച്ചിട്ട് സയോന്റെ വിവാഹമൊക്കെ നടത്തണമെന്ന ഒരു നിർദ്ദേശമൊക്കെ ഈനയുടെ അച്ഛനും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സയോന്റെ അച്ഛനും അമ്മയ്ക്കും അതിനോട് ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇനയുടെ അച്ഛനും ഒരു എഗ്രിമെന്റ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയർമാനും ഇനയുടെ അച്ഛൻ പറയുന്ന ഏതൊരു കാര്യവും ഏതൊരു സമയത്തും ചെയ്തു കൊടുക്കുന്നതായിരിക്കുമെന്ന രീതിക്ക് ഒരു എഗ്രിമെന്റ് ഒക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിന്റെ പേരിലായിരുന്നു ഇങ്ങനെ ചെയർമാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഒന്നും തന്നെ ഈ ഒരു ഇനയുടെ അച്ഛൻ മറ്റാരുടെയും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് ഇനയ്ക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചപ്പോഴത്തേക്കും ആ ഒരു കേസിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഒന്നും തന്നെ നടത്തേണ്ടെന്നായിരുന്നു പോലീസിന്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതിന് പിന്നിലും എന്തോ ഒരു കാര്യമില്ലേ? ശരിക്കും ഇത്രയും കാലമായിട്ട് അച്ഛൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന രഹസ്യം എന്താണെന്നൊക്കെ ഇനിയും അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. പക്ഷെ ആ രഹസ്യം എന്താണെന്ന് തുറന്നു പറയുവാനായിട്ട് അച്ഛൻ തയ്യാറല്ലായിരുന്നെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും ഒരാളെ കൊല്ലുവാനായിട്ട് തോക്കൊക്കെ ചൂണ്ടി നിൽക്കുന്ന ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സയോണെ ഏതോ ഒരാൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട്. അയാൾക്കും ഹീജോനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം. അതായത് നീയും സയോണുമല്ല, മറിച്ച് ഹീജോ സയോണുമാണ് വിവാഹം കഴിച്ചതെന്ന കാര്യം പോലും അയാൾക്ക് അറിയാമെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഇനിയും അപ്പോഴായിരുന്നു അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നത്. യൂറിയും സയോന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയാണ്. അവരും വളരെ ലവ്ലി ആയിട്ടുള്ള കപ്പിൾസ് എന്ന രീതിക്കായിരുന്നു സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സയോന്റെ കേസിനെ കുറിച്ചും മറ്റൊക്കെ യൂറി ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കേസൊക്കെ കാരണം എന്റെ മകനായിട്ടുള്ള സയോൺ ഒരുപാട് വിഷമിക്കുന്നൊക്കെയുണ്ട്. അവന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യമേ പറയുവാനായിട്ടുള്ളൂ. ഞാൻ എന്നും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ സയോണെ അമ്മ പൂട്ടിയിട്ടിട്ട് ഇതേ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് കാണിക്കുന്നു. അതായത് അമ്മ ശരിക്കുമുള്ള സയോന്റെ അടുത്തായിരുന്നു ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അമ്മ അതേ സയോന്റെ അടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഹീജും കുറെ ദിവസത്തെ അവധിക്ക് ശേഷം വർക്കിന് വേണ്ടിയൊക്കെ എത്തിയിരിക്കുകയാണ്. ഹീജുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഹീജുവിന് സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കൊക്കെ ഹീജുവിനുമായിട്ട് നൽകുമ്പോഴത്തേക്കും ഹീജും വളരെയധികം ഹാപ്പി ആകുന്നു. സയോണും വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സയോണിന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനായിട്ട് റിപ്പോർട്ടേഴ്സിനുണ്ടായിരുന്നു. സയോണും എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റിപ്പോർട്ടേഴ്സ് വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളായിരുന്നു അവന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് എന്നെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് എന്ത് കാര്യമായിരിക്കുമെന്നൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അതുപോലെ ഡ്രഗ്സിന്റെ കേസും ആയിരിക്കുമോ, അതുപോലെ പെണ്ണ് കേസും ആയിരിക്കുമോ എന്നൊക്കെയല്ലേ നിങ്ങളുടെയും ചിന്ത. എന്തായാലും കിഡ്നാപ്പർ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞിട്ട് നേരത്തെ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ അവനും പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നിന്നും അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തി ആ ഒരു വിവരമൊക്കെ എന്നെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് അവനും പറയുന്നു. ഹീജും അവളുടെ പണ്ടത്തെ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ട്രീറ്റ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡയറക്ടറും ആകെ വിഷമിക്കുന്നു. ഡയറക്ടർക്ക് അവൾ കുഞ്ഞു കുട്ടിയായിട്ട് സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുവാനായിട്ട് വന്നതിനെ കുറിച്ചായിരുന്നു ഓർമ്മയുണ്ടായിരുന്നത്. ഇപ്പോഴവളും പ്രസിഡന്റിന്റെ ഓഫീസിലെ സൈൻ ഇന്റർപ്രറ്റർ ഒക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഡയറക്ടർ ഉണ്ടായിരുന്നതും. നേരത്തെ ഒരു സീനില് ഫിഷിന്റെ ഷോപ്പൊക്കെ നടത്തിയ ഒരു വ്യക്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാള് കാങ്ങിനെ കോൾ ചെയ്തിട്ട് സയോണുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഹീജു വർക്ക് ചെയ്യുന്നിടത്ത് ലിഫ്റ്റിലൊക്കെ കയറുമ്പോഴത്തേക്കും ലിഫ്റ്റില് സയോൺ കൂടെ ഉണ്ടായിരുന്നു.
സയോണും കുറെ അധികം ആൾക്കാർ ലിഫ്റ്റിൽ കയറിയത് കാണുമ്പോഴത്തേക്കും ഹീജുനെ പിടിച്ച് അടുത്തൊക്കെ നിർത്തിയതിനു ശേഷം സൈൻ ലാംഗ്വേജിൽ അവളുടെ അടുത്ത് ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അവളും അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഇവരും സൈൻ ലാംഗ്വേജിലൊക്കെ സംസാരിച്ചതിന് ശേഷം പോകുന്നു. സയോണും ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കാങ്ങും സയോണെ അറിയിക്കുന്നുണ്ട്. നേരത്തെ ഒരു ദിവസം ഇതുപോലെ തന്നെ പാർക്കും കാങ്ങും ഒരുപോലെ സയോണിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് വന്നപ്പോഴത്തേക്കും പാർക്കിനെ ആയിരുന്നല്ലോ സയോൺ അകത്തേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാങ്ങിനെ വിളിക്കുമ്പോഴത്തേക്കും വളരെയധികം ഷോ ഒക്കെ ഇറക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കർട്ടൻസ് എല്ലാം തന്നെ അടച്ചതിന് ശേഷമൊക്കെയാണ് സയോണിന്റെ അടുത്തൊക്കെ കാങ്ങും സംസാരിക്കുന്നത്. അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം മാത്രമായിരുന്നു അയാൾ ഫോണൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അയാൾ വിളിച്ച് നമ്പറൊക്കെ നോക്കുമ്പോഴത്തേക്കും ചുവൻ ഫിഷിംഗ് എന്നായിരുന്നു ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ബിസിനസിന്റെ പേര്. ഇനി നേരത്തെ കോൾ ചെയ്ത ആളെ കാണിക്കുമ്പോഴത്തേക്കും അയാളും എവിടേക്ക് പോകുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരാള് പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്നു. നേരത്തെ അവരും പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പ്രോഗ്രാമിനെടുത്ത ഫോട്ടോസ് ഒക്കെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹീച്ചും ആ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു കാര്യമൊക്കെ അവള് മനസ്സിലാക്കുകയാണ്. ഇനി സയോണും ജോൺ ഫിഷിംഗ് എന്ന ആ ഒരു ബിസിനസ് ഒക്കെ നടത്തുന്ന ആളെ കാണുവാനായിട്ട് പോവുകയാണ്. അയാളെ കുറിച്ച് കാണിക്കുമ്പോഴത്തേക്കും പണ്ട് സയോണെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അയാളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ദിവസം അവനെ ചെയർമാന്റെ വീട്ടുകാർ കൊണ്ടുപോവുകയായിരുന്നു. അന്ന് ഒന്നും മിണ്ടാതെ വിഷമിച്ച് നിൽക്കുക മാത്രമായിരുന്നു ആള് ചെയ്തിട്ടുണ്ടായിരുന്നതും. പണ്ടൊരു ദിവസം സയോണും വീട്ടിലൊക്കെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും രക്ഷിക്കാമോ എന്നൊക്കെ ചോദിച്ച് ഒരു കുട്ടി നിലവിളിക്കുന്നതൊക്കെ അവനും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരാള് ഒരു കുട്ടീനെ മുക്കിക്കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് അവനെ വളർത്തിയിട്ടുണ്ടായിരുന്ന അയാളാകട്ടെ അവനോട് അകത്തേക്ക് കയറി പോകുവാനൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. സോ അന്ന് കൊല്ലുവാനായിട്ട് ശ്രമിച്ച വ്യക്തി ആയിരിക്കുമോ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ അവനും ആലോചിക്കുന്നു. ഇനിയും ഹിജുനെ കാണുവാനായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും നീ എന്തിനാണ് വീണ്ടും നാട്ടിലേക്കൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നതെന്ന് ഹീജുവിൻ ചോദിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ വിവാഹമൊന്നും വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നെന്ന ചോദ്യമല്ലേ നീ എന്റെ അടുത്ത് ആദ്യം ചോദിക്കേണ്ടിയിരുന്നെന്ന് ഇനിയും അവളുടെ അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്. സയോണും തന്നെ വളർത്തിയിട്ടുണ്ടായിരുന്ന ആളുടെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവന് മൊത്തത്തിൽ പുകയൊക്കെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് ബോധമില്ലാത്ത നിലത്ത് കിടക്കുകയായിരുന്നു. മാത്രല്ല, അവിടെ മൊത്തത്തിൽ തീയൊക്കെ പിടിക്കുന്നതാണ് അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവനും അയാളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇനേനെയും കാണിക്കുന്നു. ഇനയും DNA ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം തന്നെ ഇപ്പോൾ ഹീജുവിനെയും കാണിച്ചിരിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ കണ്ടിട്ട് ഹീജുവിന് യാതൊരു വിധത്തിലുള്ള ഷോക്കും ഉണ്ടാകുന്നില്ല. മാത്രല്ല, ഹീജു ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും സയോണും എന്തെങ്കിലും കാരണവശാൽ നീ അറിഞ്ഞിട്ടുള്ള സയോൺ ഈ ഒരു ലോകത്തിൽ നിന്നും ഇല്ലാതാക്കുകയാണെങ്കിൽ ഞാനും ചെയർമാന്റെ മകന്റെ മകൻ എന്ന സ്ഥാനമൊക്കെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിലും ഹീജുവിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ എന്ന സ്ഥാനം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവൻ പറയുന്നതും കേൾപ്പിക്കുന്നു. അതേസമയം നേരത്തെ അവൻ രക്ഷിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ആളുടെ ഒപ്പം തന്നെ അവനും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് ബോധ്യമില്ലാതെയൊക്കെ ആ ഒരു വീട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം നേരത്തെ ഹീജോ ഫോട്ടോസ് ഒക്കെ കണ്ട് ഷോക്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫോട്ടോസിലെല്ലാം തന്നെ സയോൺ ഹീജോനെ മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് അവൾ ആകെ ഇമോഷണൽ ആയി പോയിട്ടുണ്ടായിരുന്നതും. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.